ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന അതേ വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അതേ അളവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. വചനം വളരെ ഹൃദയസ്പർശിയാണ്, വളരെ ഹൃദയപൂർവ്വം ധ്യാനിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് നന്മ ഉണ്ടാകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നമ്മൾ തീരുമാനിക്കുന്ന ആഗ്രഹിക്കുന്ന നന്മകൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ വിധികൾ ഈശോയോട് കൂടെയുള്ള വിധികളായിരിക്കണം. എപ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരെ, നമ്മുടെ അയൽവക്കത്തുള്ളവരെ, നമ്മളെ ദ്രോഹിച്ചവരെയൊക്കെയും നമ്മൾ പീഡിപ്പിക്കാൻ, അവർക്കെതിരെ വിധി പ്രസ്താവിക്കാനൊക്കെയും ഒരുങ്ങുന്ന വെമ്പുന്ന വ്യഗ്രതയുള്ള ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുകയാണ്. ഈശോ നഷ്ടപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ രൂപപ്പെടും. വചനം ഒരിക്കൽ കൂടെ നമ്മൾ ഹൃദയപരമാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കപ്പെടരുത് എന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന അതേ വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നമ്മൾ വിധിക്കുന്ന അതേ വിധിയാൽ തന്നെ നമ്മളും ഓൾറെഡി ആ വിധിക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞു. ആ വിധിക്ക് വിധേയമായി കഴിഞ്ഞു നമ്മൾ. എന്നിട്ട് വീണ്ടും വചനം വളരെ വ്യക്തമായി പറയുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 7-ാമത്തെ 2-ാം വചനം പറയുകയാണ്, നിങ്ങൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. പ്രിയമുള്ളവർ, നമുക്ക് മറ്റുള്ളവരുടെ പുരോഗതിയിലോ അതുമല്ലെങ്കിൽ അവരുടെ വിജയത്തിലോ വളർച്ചയിലോ അവർ നമ്മളെ ഉപദ്രവിച്ചെന്നുള്ള തോന്നലിൻ്റെ പേരിലോ ഒക്കെ നമ്മൾ അനേകം മനുഷ്യരെ വിധിച്ചിട്ടുണ്ട്. ആ വിധിക്കുന്ന വിധി ഓൾറെഡി അവരോട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതേ നാണയത്തിൻ്റെ അതേ വശം കൊണ്ട് തന്നെ അതേ രീതിയിൽ നമുക്ക് തന്നെ അളന്ന് കിട്ടുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. പലരും പല വിധത്തിൽ പലരുടെ പുരോഗതിക്കെതിരായി പല വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അത് ഒരുപക്ഷെ സൈബർ ആക്രമണമാകാം, അല്ലെ മറ്റേതെങ്കിലും വിധത്തിലാകാം, അല്ലെ നേരിട്ടാകാം, അല്ലെ ഒളിയമ്പോളിലൂടെ ആകാം, അല്ലെ ചിലരൊക്കെ എൻ്റെ അടുത്ത് കൗൺസിലിംഗൊക്കെ വന്നപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളതുപോലെ മന്ത്രവാദം, കൂടോത്ര, ക്ഷുദ്രവിദ്യയൊക്കെ നമ്മെ എതിർക്കുന്നവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം. ഒരു കാര്യം മനസ്സിലാക്കൊള്ളണം, യഥാർത്ഥത്തിൽ യേശു രൂപപ്പെട്ട ഒരു വ്യക്തിക്ക് ഏത് തിന്മയുടെ സ്വാധീനവും പ്രബലപ്പെടുകയില്ല. ഏത് മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രവിദ്യയോ ആഭിചാര പ്രവൃത്തിയോ നമ്മൾ ആ വ്യക്തിക്കെതിരെ ചെയ്താലും അത് ആർക്ക് എതിരെ ചെയ്യുന്നോ അവർക്കത് വിലപ്പോവുകയില്ല. എന്നാൽ ചെയ്യുന്ന നമ്മൾ അതിൻ്റെ എല്ലാം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കുടിച്ച പാലും മറുപാലും കക്കുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആർക്കെങ്കിലും എതിരെ നമ്മളെതിരെ ഇതുപോലെ ദുഷ്ടതയോ നെഗറ്റീവായോ തിന്മയോ ആഭിചാര പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിധിക്കുന്ന അതേ വിധിയാൽ തന്നെ നമ്മൾ ഇതിന് മുഴുവൻ നേരെ വിപരീതമായ ഫലം നമ്മൾക്ക് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് എന്ന് ഓർത്തുകൊള്ളും. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വചനം പറയുന്നത്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയോ കുറ്റം ആരോപിക്കുകയോ ചെയ്യരുത്. നമ്മൾ വിധിക്കപ്പെടുകയോ കുറ്റം ആരോപിക്കുകയോ ചെയ്താൽ അതേ കുറ്റവും അതേ വിധി നമ്മുടെ മേൽ നടപ്പിലാക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വചനം വേറെ ഹൃദയസ്പർശിയാണ്. നിങ്ങൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, കൂടുതലും ലഭിക്കും. നമ്മൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് നമുക്ക് കിട്ടും, അതിൽ കൂടുതൽ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഈശോ നഷ്ടപ്പെട്ടു പോയാൽ മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഏത് വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനും മടിക്കാത്ത വിധത്തിലേക്ക് നമ്മളെ രൂപപ്പെടുകയാണെന്ന് ഓർത്ത് നോക്കുകയും, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തെല്ലാമാണ് എതിർ പാർട്ടികൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുകയും സൈബർ ആക്രമണത്തിലൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സത്യമാണ്, അത് പ്രകൃതി നിയമമാണ്. എന്തെന്ന് വെച്ചാൽ അത് നിശ്ചയമായും നമ്മൾ ചെയ്യുന്നത് അത് അളക്കുന്ന അളവുകൊണ്ട് തിരിച്ചറിഞ്ഞും. മർക്കോസ് സുവിശേഷൻ്റെ ഇപ്പോൾ നമ്മൾ കേട്ട വചനം വെച്ച് ധ്യാനിക്കുകയാണെങ്കിൽ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാം വചനം വെച്ച് ധ്യാനിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും നമുക്ക് കിട്ടുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നല്ലതാണ്. ഇന്ന് പലരും അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും
കൊടിയ വേദനയുടെയും ഒക്കെ കാരണമെന്ന് പറയുന്ന അവർ മുൻകാലത്ത് ചെയ്ത ഇതുപോലെ അനുദപിക്കാതെ കിടക്കുന്ന മറ്റൊരു ഉപദ്രവിച്ചതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് യേശു നമ്മൾ രൂപപ്പെടുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വചനം കൂടി നമ്മളൊന്ന് ചേർത്ത് വെച്ച് ധ്യാനിച്ച് ഈ സെഷൻ അവസാനിക്കുകയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും. സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലരുത്. ഒരു കണക്കിന് പറഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ, നമ്മൾ പൊറുത്തില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ പൊറുക്കരുത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വചനങ്ങൾക്ക് നമ്മൾ മാംസം ധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.